कर्नाटक सरकार ने एक ऐसा कदम उठाया है जिसने विपक्ष की वोट चोरी और चुनाव में धांधली के खिलाफ जारी मुहिम को और बल दे दिया है। ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് കേട്ടാൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ഇവിഎമ്മിനെയാണ്. പക്ഷേ ഇനി ഇവിഎം കളിയുടെ അവസാനമാണ്. കർണാടക സർക്കാർ വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇനി മുതൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇവിഎമ്മുകൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണ വിഷയം തുറന്നു കാട്ടിയത് മുതൽ ഇവിഎമ്മുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നഷ്ടപ്പെട്ടിരുന്നു. കോൺഗ്രസ് സംസ്ഥാന മന്ത്രിസഭയുടെ അഭിപ്രായത്തിൽ ഇവിഎമ്മുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ നടപടി ആവശ്യമായി വന്നത്. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ എല്ലാവരും സമ്മതിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് കർണാടക സർക്കാർ ഈ തീരുമാനമെടുത്തത്. ഇന്ത്യയിൽ 1999 മുതൽ എല്ലാ പ്രധാന തെരഞ്ഞെടുപ്പുകളിലും ഇവിഎം വഴിയാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കാനാകുന്നു, മനുഷ്യപ്പിഴവ് കുറക്കാം, ചെലവ് കുറക്കാം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആണ് ഇവിഎം വന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിഎമ്മുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയങ്ങൾ വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ, വിലാസ തകരാറുകൾ, ഇരട്ടപ്പേരുകൾ, ചിലപ്പോൾ ഇവിഎം തകരാറുകൾ, ചില ബൂത്തിലുണ്ടായ വിവാദങ്ങൾ, ഇതെല്ലാം ചേർന്ന് ആളുകളുടെ മനസ്സിൽ ഒരു സംശയം വർദ്ധിച്ചു. ഇവിഎമ്മുകളിൽ വോട്ട് മാറ്റം നടക്കുമോ, സുരക്ഷിതത്വമാണോ എന്ന ചോദ്യം ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് കർണാടക മന്ത്രിസഭ വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. നിയമവകുപ്പ് മന്ത്രി HK പട്ടേൽ വ്യക്തമാക്കി, ഇവിഎം ഒഴിവാക്കുക, ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരിക, വോട്ടർ പട്ടികകൾ പുതുക്കുകയും തിരുത്തുകയും ചെയ്യുക. അതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ അധികാരവും നൽകി. കമ്മീഷണർ തന്നെ വ്യക്തമാക്കി, ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമില്ല. സംസ്ഥാന കമ്മീഷനാണ് പൂർണ്ണ ഉത്തരവാദിത്തം. ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്നും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതിനാൽ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഇത് പരിചിതമാണ് എന്നും കമ്മീഷണർ പറഞ്ഞു. രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ഈ തീരുമാനത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ചർച്ച തുടങ്ങി. കോൺഗ്രസ് സർക്കാർ പറയുന്നത് ജനങ്ങൾക്ക് വിശ്വാസം വീണ്ടെടുക്കാൻ പേപ്പർ വഴി തെരഞ്ഞെടുപ്പ് വേണം എന്നാണ്. പക്ഷേ ഈ തീരുമാനത്തെ BJP ശക്തമായി എതിർത്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള വിശ്വാസ പ്രതിസന്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാരിൻ്റെ ഈ തീരുമാനം രാജ്യവ്യാപകമായ ചർച്ചയായി മാറി. ഭാവിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പോലും ഇവിഎം വഴിയോ ബാലറ്റ് വഴിയോ എന്ന ചർച്ചയ്ക്ക് വഴി തെളിയുകയാണ്. ഇനി ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോടാണ്. ഇവിഎം മതിയോ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. कर्नाटक सरकार ने एक ऐसा कदम उठाया है जिसने विपक्ष की वोट चोरी और चुनाव में धांधली के खिलाफ जारी मुहिम को और बल दे दिया है। कर्नाटक कैबिनेट ने एक बड़ा फैसला लेते हुए राज्य चुनाव आयोग से आगामी पंचायत और शहरी निकाय चुनाव ईवीएम की जगह बैलेट पेपर से कराने की सिफारिश की है। सरकार का तर्क है कि ईवीएम पर जनता का भरोसा कम हो रहा है। ये फैसला ऐसे वक्त पर आया है जब पूरे देश में विपक्ष वोट चोरी और चुनाव में धांधली के खिलाफ मोर्चा खोले हुए है और बैलेट पेपर से चुनाव कराने की मांग कर रहा है। कानून और संसदीय कार्य मंत्री HK पाटिल ने मीडिया को बताया कि यह फैसला सोच समझकर लिया गया है। उन्होंने ये भी कहा कि सरकार वोटर लिस्ट में सुधार के लिए भी कदम उठा रही है ताकि वोट चोरी की शिकायतों को खत्म किया जा सके। जानकारों का मानना है कि कर्नाटक सरकार का ये कदम दूसरे राज्यों में भी बैलेट पेपर से चुनाव कराने की मांग को और तेज कर सकता है। इससे ये भी साफ हो गया है कि कांग्रेस वोट चोरी के आरोपों को लेकर कितनी गंभीर है और फिलहाल जहां उसकी सरकार है वहां वो इस बदलाव को लाने की दिशा में काम करती हुई नजर आ रही है। अब सवाल ये है कि क्या राज्य चुनाव आयोग कर्नाटक सरकार की इस मांग को मानेगा? क्या पंचायत और शहरी निकाय चुनाव ईवीएम की जगह बैलेट पेपर से ही होंगे? ये तो आने वाला वक्त ही बताएगा।